സത്യത്തിൽ ഒരു നല്ല പാരന്റ് ജീവിക്കുന്ന വീട്ടിൽ രാത്രി മൊബൈൽ തൊടൂല, ഉറങ്ങുന്നതിന്റെ അരമണിക്കൂർ മുമ്പ്. എല്ലാം ഓഫാക്കിയിട്ട് ഉപ്പയും ഉമ്മയും എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്താനം പറഞ്ഞ് ചെറിയ ഗെയിമുകളിലൊക്കെ ഇടപെട്ട് ഉറങ്ങാൻ നേരത്ത് ബ്രെയിൻ സിസ്റ്റം ഒന്നും കൂടി സന്തോഷത്തിലാക്കി എല്ലാവരും ഷെയ്ക്കാൻ ചെയ്ത് കിടന്നുറങ്ങാൻ പോകുന്ന ഒരു വീടും, എല്ലാവരുടെ കണ്ണും ടിവിൻ്റെ മുന്നിലേക്ക് കെട്ടിയിട്ട് ഫുഡ് പോലും ടി വിയിൽ നോക്കിയിട്ട് തിന്ന് ഉറങ്ങാൻ നേരത്ത് ഈ മൊബൈൽ ഇങ്ങനെ നോക്കി പിടിച്ചിരുന്നിട്ട് അവസാനം ഉറങ്ങുന്ന ലോകത്തിൽ ഒരു മനുഷ്യന് ഉറങ്ങാൻ വേണ്ടത് എന്താ ശരിക്കും നിങ്ങൾക്കറിയാം? ഉറക്ക് വരാൻ ഏറ്റവും അധികം വേണ്ടത് ഇരുട്ടാ. പറഞ്ഞ മനസ്സിലാണ്ടല്ലോ. ഒരാൾക്ക് ഉറങ്ങണമെങ്കിൽ ഏറ്റവും അധികം വേണ്ടത് ഇരുട്ടാണ്. എന്നാ ഉറക്ക് വരുന്നതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ഈ സാധനത്തിന്റെ മുന്നിൽ നിൽക്കും. ഇത് സ്ക്രീനിൽ നിന്ന് തരുന്ന വെളിച്ചം സാധാരണ വെളിച്ചത്തിനേക്കാൾ ഏറെ ഡേഞ്ചറസ് ആണ്. അപ്പൊ പിന്നെയും നമ്മൾ ഉറക്കൊഴിയുമ്പോ പിന്നെയും നമ്മൾ മൊബൈൽ എടുത്തിട്ട് കളിക്കും. ഈ ഒരു വീട്ടിന്റെ അകത്തായിരുന്നു നമ്മൾ കൊറോണക്ക് മുമ്പ് വരെ ഒന്ന് പരസ്പരം വർത്താനം പറയാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ ഉള്ളൊരു സമയം. ഫിൻലാൻഡിൽ ഒരു സ്കൂൾ സിസ്റ്റത്തെ കുറിച്ച് ഞാൻ ഒരു പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, അത് പൂർത്തിയായിട്ടില്ല. അവിടുത്തെ സ്കൂൾ സിസ്റ്റത്തിൽ രാവിലെ പോയാൽ കുട്ടികളുടെ ഡയറി പരിശോധിച്ച് നോക്കിയിട്ട് അധ്യാപകർ നോക്കുന്ന ഒരു വർത്താനമുണ്ട്. ഇന്നലെ രാത്രി സ്റ്റോറി ടൈം ഉണ്ടായിരുന്നോ എന്നാ നോക്കുക. എന്നാ ഉപ്പയും ഉമ്മയും കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുത്തിരുന്നോ, ഉപ്പയും ഉമ്മയും കുട്ടികളോട് കളിച്ചിരുന്നോ നോക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മളെ നാട്ടിൽ കഥ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളെ നാട്ടിൽ കുഞ്ഞും ഉമ്മയും തമ്മിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ്. എല്ലാവരും ഉറങ്ങുമ്പോൾ മൊബൈലും പിടിച്ചിട്ട് ഉറങ്ങുന്ന വീട്ടിൻ്റെ അകത്ത് ഒരു കുട്ടിയുടെ അകത്ത്, മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ അകത്ത് നടക്കുന്ന കെമിക്കൽ വേരിയേഷൻസ്, ജലീൽ സാറിനൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. നമ്മുടെ ശരീരം മുഴുവനും ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും ചേർന്നതാണ്. നിങ്ങളിപ്പോൾ അഡ്വക്കേറ്റ് നാസർ സാഹിബ് എന്നെക്കുറിച്ച് കുറേ നല്ല വർത്തമാനം പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു കെമിസ്ട്രി വർക്ക് ചെയ്തു. ഐ വാസ് ഹാപ്പി ആവാൻ കാരണം എന്താ? എൻ്റെ വൃക്കയുടെ അടുത്തുള്ള അഡ്രീനൽ ഗ്രന്ഥി സെറിട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ, തെറ്റില്ലല്ലോ സർ, പുറത്തേക്ക് വിടും. അപ്പൊ ഞാൻ ഹാപ്പിയാവും. ഞാൻ ഹാപ്പിയാകുമ്പോൾ എൻ്റെ മുഖത്ത് ചിരി വരും. ചിരിക്കുന്ന എൻ്റെ ഉള്ളിലെ സൗന്ദര്യം കൂടും. ഉള്ളിലെ സൗന്ദര്യം കൂടി ആ പുറത്തെ സൗന്ദര്യം കൂടും. പകരം പുറത്തേക്ക് വരുന്ന ഒരു ഹോർമോൺ ഉണ്ട്, അഡ്രിനാലിൻ. പേടിയുടെ, സങ്കടത്തിന്റെ, ദേഷ്യത്തിന്റെ ഹോർമോണാണ്. ഞാൻ നിങ്ങളെ വീട്ടിൽ ഇപ്പൊ നടക്കുന്ന ഒരു സംഭവത്തിലേക്ക് വേഗം വന്ന് തിരിച്ചു വരാം. എന്താ നടക്കുന്നത്? കുട്ടിക്ക് അതുവരെ മൊബൈൽ തുടരുതേ എന്ന് പറഞ്ഞ കുട്ടീനോട് നിങ്ങൾ 1.5 കൊല്ലം മുമ്പ് എന്ത് പറഞ്ഞു? മോനെ മൊബൈൽ ചാർജ് ചെയ്യടാ, നെറ്റ്വർക്ക് ഉണ്ടോന്ന് നോക്ക്, അതിന്റെ സ്ഥലത്ത് വെക്ക്, ക്ലാസ് കേൾക്കണ്ടേ അല്ലേ? ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു അസൈൻമെന്റ് വന്നിട്ടുണ്ടാവൂടാ, അത് ചെയ്യ്. എന്നിട്ട് ചെയ്തിട്ട് ഈ കുഞ്ഞിനെ മൊബൈലിൽ തന്നെ നമ്മളാക്കി. ഇപ്പൊ ഇനി നമ്മളെന്താ നമ്മളെ പരിപാടി? ഇത് അധികം കാണാൻ പാടില്ലേ, ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ട് കുട്ടിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ നോക്കുക. തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ പറയുന്ന ഒരു സ്റ്റൈലുണ്ട്. ഞാൻ സാധാരണ നടക്കുന്ന ഒരു സ്റ്റൈൽ. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ, നീ ഇത് ഒഴിവാക്കൂല എന്ന് പറയുമ്പം അഡ്രിനാലിനാ പുറത്ത് വരുന്നത്. അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ടോക്സിക് ഹോർമോണാ, മോശം ഹോർമോണാ. അത് ഇങ്ങനെ വന്നിട്ട് നിങ്ങളെ തലച്ചോറിൽ കയറി ആ വിളയാട്ടം തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങളെ കണ്ണും മുഖമൊക്കെ ചീത്തയായിട്ടുണ്ടാവും. കുട്ടിന്റെ ഉള്ളിലും അഡ്രിനാലിൻ. ഉമ്മ എന്താ ഇങ്ങനെ? അടുത്ത വർത്താനം, ഈ ഉമ്മ മാത്രമേ ഇങ്ങനെയുള്ളൂ. അടുത്തേയും കൂടി കുറച്ചുകൂടി സ്ട്രോങ് ആയ വർത്താനം, ഈ ഉമ്മ എന്നോട് മാത്രമേ ഇങ്ങനെ ഉള്ളൂ. അപ്പൊ കുട്ടിന്റെ ഉള്ളിൽ വെറുപ്പ്, ദേഷ്യം, സങ്കടം ഇതൊക്കെ നിറഞ്ഞ കുട്ടി. കേരളത്തിൽ 9 കേസുകളെങ്കിലും ഞാൻ കണ്ടു, ഞാൻ അറിഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആൺകുട്ടികളാ പോയ. രാവിലെ ഇറങ്ങിപ്പോയിട്ട് വൈകുന്നേരം വരെ 15 കിലോമീറ്റർ യാത്ര ചെയ്തു. കോഴിക്കോട് ഒരു കുട്ടി 15 കിലോമീറ്റർ നടന്നിട്ട് പോയി. ഉമ്മാനോട് സഹിക്കാൻ പറ്റുന്നില്ല, പാപ്പാനോട് സഹിക്കാൻ പറ്റുന്നില്ല. അതിനേക്കാളേറെ പ്രധാനം ഈ ഗാഡ്ജറ്റിന്റെ മുമ്പിൽ, ഈ മൊബൈലിന്റെ മുമ്പിൽ, ടിവിയുടെ മുമ്പിൽ, കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ കുറേ നേരം ഇരുന്ന് ഇയാളുടെ ബ്രെയിൻ സിസ്റ്റം പലത് ലോക്കായി. പിന്നെ ഉറക്കില്ലാണ്ടായി. പിന്നെ കമ്പ്യൂട്ടറിൽ, മൊബൈലിൽ ഗെയിം തുടങ്ങി.
ഒരു കുട്ടി 1 മണിക്കൂർ മൊബൈലിൽ ചെലവഴിച്ചാൽ 1 മണിക്കൂർ പുറത്ത് ഫിസിക്കൽ എക്സസൈസ് ചെയ്യണമെന്നാ, ഓടോ ചാടോ കളിക്കോ ചെയ്യണം. അതിന് കുട്ടിക്ക് അവസരവും ഇല്ലാണ്ടായി. മനസ്സ് മരവിച്ച് ബ്രെയിൻ ലോക്കായി കിടക്കുന്ന കുട്ടിയോട് നമ്മൾ വീണ്ടും ഒച്ചിട്ട് വർത്താനം പറഞ്ഞു. നമ്മളാ കുട്ടിക്ക് പ്രഷർ കൊടുത്തു, നമ്മളെ കുട്ടിക്ക് സ്ട്രെസ് കൊടുത്തു. സ്ട്രെസ് എന്ന് പറഞ്ഞൊരു സംഗതി നിങ്ങൾ ആരെങ്കിലും ലൈഫിൽ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്ട്രെസ് ഉണ്ടാവലുണ്ടോ? ഓ ഇല്ല അല്ലേ. ഇവിടെ ഞാൻ 9:30 എത്തേണ്ട ഒരാൾ 10 മണിയായി 10:30 ആയിട്ടും വന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു? ഞാൻ വഴിക്ക് എവിടെയോ കുടുങ്ങിക്കിടക്കാന്ന് വിചാരിച്ചോ. ആ വഴിക്ക് കുടുങ്ങിക്കിടക്കുന്നത് എവിടെയോ ഒരു റെയിൽവേ ഗേറ്റിന്റെ മുന്നിലാ വിചാരിച്ചോ. ആ ഗേറ്റ് പിന്നെയും അടക്കുന്നു, പിന്നെയും തുറക്കുന്നു, എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഇവിടുന്നാണെങ്കിൽ എന്നെ ഇവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ആക്സിലറേറ്ററിൽ ആഞ്ഞൊന്ന് അമർത്തും, വണ്ടി പോയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിക്കും. എന്താ കാര്യം? ഞാനിപ്പോൾ എൻ്റെ മനസ്സ് നല്ല അവസ്ഥയിൽ അല്ല. എൻ്റെ മനസ്സ് ആവശ്യമില്ലാത്ത ഒരു സമ്മർദ്ദത്തിലാണ്. ഇത് നിങ്ങൾ ലൈഫിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ല? ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളെല്ലാവരുടെയും പ്രശ്നം എന്താ? നിങ്ങൾ വർത്താനം പറയുന്നുണ്ട്, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് സ്ട്രെസ് ഒഴിവാക്കിയിട്ടുള്ള സംസാരമല്ല. നിങ്ങൾ കുട്ടികളുമായി ഇടപഴകുന്നുണ്ട്, പക്ഷെ അത് സ്ട്രെസ്സിലുള്ളതാണെങ്കിൽ റിസൾട്ട് മോശമായിരിക്കും. കുട്ടിയുടെ സ്വഭാവത്തെയും അത് ബാധിക്കും. കൊറോണ കാലം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയിരിക്കുന്ന 4 പ്രശ്നങ്ങളുണ്ട്. അത് ശരിക്കും ഞാൻ വരാം. സ്ട്രെസ് പറയുന്നതിന് മുമ്പേ ഞാൻ ആദ്യം പറഞ്ഞു വെക്കാം. 4 പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ കുട്ടിക്ക് എന്താ പ്രശ്നമുള്ളത്? കോവിഡ് കാലത്ത് നിങ്ങളെ കുട്ടിക്ക് ഉണ്ടായ പ്രശ്നം എന്താണ്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? നിങ്ങളെന്താ വിചാരിക്കുന്നുണ്ട്? പറയാൻ നല്ല നിങ്ങളെ കൊണ്ടാകുന്നതിന് പിന്നെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. അത് എൻ്റെ ഒരു സ്റ്റൈലാണ്. എന്തൊക്കെ ഒരു പ്രോബ്ലം നിങ്ങൾ പറയുമോ? ഇനി പോട്ടെ, നിങ്ങൾ പറയണ്ട. ഞാൻ പറയുന്നത് നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ കൈവെക്കുമോ? അതിന് സമ്മതമാണോ? യെസ് ഓർ നോ? യെസ്. 1, ഇതുവരെ ഇല്ലാത്തൊരു ദേഷ്യവും എടുത്തിയാട്ടവും ഉണ്ടോ? 2, ഒരു തരം നിസ്സംഗത. നിസ്സംഗത എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഐസിലിട്ട മാതിരി, എന്തെന്നാ ചെയ്യേണ്ടതെന്നൊന്നും തിരിയുന്നില്ല. ഒരു തരം അവസ്ഥ ഉണ്ടോ? കുട്ടി ഒരു മൂടില്ലാത്ത മാതിരി, ഒന്ന് മൂവ് ചെയ്യാത്ത മാതിരി ഉണ്ട്. 3ാമത്തെ ഞാൻ പറയാം. നിങ്ങളെ എല്ലാവരുടെയും നാവിൽ തുമ്പിലുള്ള ഒരു സാധനമുണ്ട്, അലസത, മടി. ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. അലസത ഞാൻ ചെക്ക് ചെയ്യാൻ പോവാ. ഞാൻ റെഡി 1 2 3 4 എന്ന് പറയുമ്പോൾ നിങ്ങൾ സീറ്റ് മാറിയിരിക്കണേ. റെഡി? നിങ്ങൾക്ക് റെഡി 1 2 3 4. മതി. ഈ സദസ്സിൽ ഞാനിപ്പോ 3 തരം മനുഷ്യന്മാരെ കണ്ടു. 3 തരം ആളുകൾ ഈ കൂട്ടത്തിലുണ്ടായി. ഒന്ന് ഞാൻ റെഡി 1 2 3 4 എന്ന് പറയുമ്പോ അപ്പൊ തന്നെ എണീറ്റു. റൈറ്റ്. 2ാമത്തത് എല്ലാരും എണീക്കുന്നുണ്ട്, ഞാനും കൂടി എണീക്കാണ്ട് ഇപ്പൊ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് കഷ്ടപ്പെട്ട് എണീറ്റു. 3ാമത്തെ ആളുണ്ട് ഈ കൂട്ടത്തിൽ, സീറ്റ് മാറാത്ത ബിരുദന്മാരുണ്ട്. അരറ്റിരിക്കുകയാണ് ആ സീറ്റ് തന്നെ. കാരണം ഈ മാറ്റം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല കൂട്ടരെ. ചേഞ്ച് എന്ന് പറഞ്ഞൊരു സാധനത്തിനെ പിടിച്ച് താഴോട്ട് വലിക്കുന്ന ഒരു സാധനം ഫിസിക്സിൽ നമ്മൾ ഇനേഷ്യ അല്ലെ, താഴോട്ട് വലിക്കുന്ന ഒരു സാധനമുണ്ട്. ഒരു മാറ്റം പറ്റൂല. ഇരുന്നിടത്ത് തന്നെ ഇരിക്കുക, കിടന്നിടത്ത് തന്നെ കിടക്കുക, ചെയ്തുകൊണ്ടിരിക്കുക. കുട്ടികൾ ഈ മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് മലർന്ന് കിടന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഈ അലസത എന്ന് പറയുന്നത് പൊട്ടിക്കണമെങ്കിൽ ഞാൻ സാധാരണ ഞങ്ങൾ പറയുന്ന ഒരു വർത്താനമുണ്ട്. ഒരു സ്ക്രൂ മുറുക്കാൻ എത്രത്തോളം, സ്ക്രൂ മുറുക്കാൻ എങ്ങോട്ടാ തിരിക്കുക? ഇടത്തോട്ടാ വലത്തോട്ടാ? കൺഫ്യൂഷൻ. വലത്തോട്ടല്ലേ? എത്രത്തോളം വലത്തോട്ട് തിരിക്കുന്നുണ്ടോ അത് അഴിക്കണമെങ്കിൽ നമ്മൾ അത്രത്തോളം തന്നെ തിരിക്കുന്നു. അതിലൊന്നും അല്ല കാര്യം. ഈ അലസതനെ നമ്മൾ പൊട്ടിച്ചെറിയണം. ഇപ്പൊ നിങ്ങളിരുന്ന് എണീറ്റിട്ട് നിങ്ങൾക്ക് മാറിയിരിക്കാൻ അനുഭവിച്ചൊരു വിഷമമില്ലേ, അതിന്റെ 10 മടങ്ങ് വിഷമമുണ്ട് രാവിലെ എണീക്കുക. നിങ്ങളെ കുട്ടി 50 മണി വരെ ഉറങ്ങി ശീലിച്ച കുട്ടിയാ. ആം ഐ റൈറ്റ്? 50 മണി വരെ ഇങ്ങനെ ഉറങ്ങി. എൻ്റെ വീട്ടിൽ ഉറങ്ങലുണ്ടായിരുന്നു. ഞാനിത് വെറുതെ പറയണല്ല.
സുബഹി നിസ്കരിച്ചിട്ട് കിടക്കും, പിന്നെയും കിടക്കും, ഉച്ചക്കും കിടക്കും. അങ്ങനെ ഉറങ്ങി ശീലിച്ച ഒരു കുട്ടിയെ, വെറുതെ ഇരുന്ന് ശീലിച്ച കുട്ടിയെ വാട്സപ്പിലൊക്കെ അസൈൻമെന്റ് വന്നതല്ല ഒരു കഥയാ. എൻ്റെ ചെറിയ മോളുണ്ട്, 4ാം ക്ലാസ്സുകാരി, മിടിക്കുക. അവള് നോക്കുമ്പോ വേണമെങ്കിൽ അതാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മളെ ലൈഫിൽ വലിയ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വലിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങിയാൽ രണ്ടും നമുക്ക് ഉണ്ടാവും. ആ കുട്ടി, ആ ശിശു ഒന്നുകിൽ വഴക്കാളിയായ കുട്ടിയായിരിക്കും, ഇത് റെബല്യൻ ചൈൽഡ് ഓർ അഡോപ്റ്റഡ് ചൈൽഡ്. ഒന്നുകിൽ വഴക്കാളിയായ കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ അനുസരണയുള്ള കുട്ടിയായിരിക്കും. നിങ്ങളെ കുട്ടിനെ നിങ്ങൾ ആണെങ്കിൽ ആ നിങ്ങളുടെ കുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ദേഷ്യം പുറത്തു ചാടും, വാശി പുറത്തു ചാടും, കുഴപ്പങ്ങൾ പുറത്തു ചാടും. ചേട്ട ഭാര്യ, രണ്ടുപേരും ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ചു, രണ്ടുപേരും ഒരു ബക്കറ്റിൽ നിന്ന് വെള്ളം കോരി കുളിച്ചു. നമുക്ക് പിന്നെ ഷവർ ആയതുകൊണ്ട് ഒരു ബക്കറ്റും ഇല്ല, കോരാനുമില്ല. പ്രവാചകർ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയും, അൽഹംദുലില്ലാഹില്ലദീ റസഖനി ഹുബ്ബ. ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം അതിലേക്ക് വാരിയിട്ട് വൈഫിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, കുഞ്ഞിൻ്റെ ഉമ്മാക്ക് ദേഷ്യം വന്നു അല്ലേ എന്ന്. കുട്ടിയൊന്നുമില്ല, അത് അറബികളുടെ ഒരു പ്രയോഗ. ദേഷ്യം വന്നു അല്ലേ ചോദിച്ചു. ഇതാണ് ഈ ശരി, നിന്റേതാണോ ശരി എന്നിങ്ങനെ വിചാരിച്ച് മസില് പിടിച്ചിട്ട് നിൽക്കുന്ന കുറെ ആണും പെണ്ണും ലോകത്തുണ്ട്. എൻ്റേത് മാത്രമാണ് ശരി, ഞാൻ മാത്രമാണ് ശരി, എൻ്റെ വീട്ടുകാർ പറഞ്ഞത് മാത്രമാണ് ശരി. അങ്ങനെയല്ല.